എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഡോഫ്ലമിംഗോയുടെ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും അവരാണെങ്കിൽ ഇപ്പൊ ഭയങ്കര അപ്സെറ്റ് ആണ്. ഡോഫ്ലമിംഗോയെ കണക്ട് ചെയ്ത് ജീവിച്ചിരുന്ന ഒരുപാട് പേർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെ ആ 3 പേര് അവരൊന്നിച്ച വാർത്ത പബ്ലിഷ് ചെയ്തത് ആക്ച്വലി ഈ അഫ്സലമാണ്. അവനിപ്പോ ഒരു ഫ്രീലാൻസർ റിപ്പോർട്ടറാണ്. അവന്റെ കൗശല ബുദ്ധിയിൽ അവൻ കണ്ടെത്തിയതാണിത്. കട്ട് ചെയ്ത ആ ഡോഫ്ലമിംഗോ അവൻ ട്രഫാർഗർ ലോയെ വിളിച്ച്, നീ പറഞ്ഞതുപോലെ ഞാൻ എന്റെ പദവി അത് രാജിവെച്ചു, ഇനി നീ എനിക്ക് തന്ന വാക്ക് അത് പാലിക്ക്. ലൂഫി ആണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ കോള് അത് വരേണ്ട താമസം ഡേയ് ഡോഫ്ലമിംഗോ എന്നൊക്കെ വിളിച്ച് ആ സ്നെയിലിന് അടുത്തേക്ക് വരും. ഒസോപ്പ് ആണെങ്കിൽ ടെൻഷൻ ആവും. ലൂഫി മിണ്ടാതിരിക്ക്, നമ്മൾ എവിടെയാ ഉള്ളതെന്ന് അവൻ തിരിച്ചറിയും. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ അവൻ നമ്മളെ ഇവിടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. അത് വലിയ അപകടമാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ ആ സ്നെയിൽ പിടിച്ചു വാങ്ങിച്ച് ഇപ്പൊ ഡോഫ്ലമിംഗോയോട് സംസാരിക്കും. ഡോഫ്ലമിംഗോ, നീയും നിന്റെ അസിസ്റ്റന്റ് സീസറും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലം നീ ഞങ്ങൾ പറഞ്ഞ കണ്ടീഷൻ അത് അംഗീകരിച്ചതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ വാക്കും ഞങ്ങൾ പാലിക്കുമെന്ന് പറയും. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ ലൂഫിയുടെ കഴുത്തൊക്കെ ഞെക്കിപ്പിടിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ വിടാതെ സംസാരിക്കുകയാണ്. ഡോഫ്ലമിംഗോയ്ക്ക് ആണെങ്കിൽ ഇവിടെ നന്നായിട്ട് അറിയാം ലൂഫി എങ്ങനെയാണ് സംസാരിക്കുക എന്നും എങ്ങനെയാണ് പെരുമാറുക എന്നും. ഹായ്, ഹലോ ലൂഫി, ഇത് ഞാനാണ് ഡോഫ്ലമിംഗോ. നിന്റെ ബ്രദർ മരിച്ചതിന് ശേഷം 2 വർഷക്കാലം നിന്നെ കണ്ടതേ ഇല്ലല്ലോ. നീ എവിടെയായിരുന്നു ഇത്രയും കാലം? ഒളിവിലായിരുന്നോ? എനിക്കെന്തായാലും നിന്നെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. നിനക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇവിടെ ഉണ്ട്. അത് കേൾക്കേണ്ട താമസം ലൂഫിയുടെ ഗൗരവമൊക്കെ പോയി അവന്റെ നാവിലൂടെ വെള്ളം ഊറുകയാണ്. എന്താ അവിടെ ഉള്ളത്? ചിക്കനാണോ, ബീഫാണോ, ഫിഷാണോ? ട്രഫാർഗറിലേക്ക് കാല് കയറി ആ ഫോൺ പിടിച്ചു മേടിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ എന്തായിരിക്കും എനിക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ടാവാൻ ചിന്തിച്ച് അങ്ങനെ വെള്ളമൊക്കെ ഊറി ഒരു ഹാലുസിനേഷനിലേക്ക് പോവാണ്. ഉസോപ്പ് അവന്റെ കോളറിലൊക്കെ പിടിച്ചു വലിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് വിട്ടുവരാൻ തയ്യാറല്ല. ഇവിടെ ട്രഫാർഗറിലോ ഡോഫ്ലമിംഗോയോട് പറയും, ഓക്കെ, ഞാൻ പറഞ്ഞതനുസരിച്ച് നീ കറക്റ്റായിട്ട് എല്ലാം ചെയ്തു. സോ നിനക്ക് തന്ന വാക്ക് അത് ഞാൻ പാലിക്കാൻ പോവാണ്. സീസറിനെ നിനക്ക് വിട്ടുതരാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് ആ സ്നെയിലാണെങ്കിൽ സീസറിന് നേരെ നീട്ടും. സീസർ ആണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ പേരൊക്കെ വിളിച്ച് പൊട്ടിക്കരയാണ്. ട്രഫാർഗറിലോ ആണെങ്കിൽ ഡോഫ്ലമിംഗോയോട് പറയും, ആ ടെസ്റോസ ഐലാൻഡിന്റെ നോർത്ത് ഈസ്റ്റ് സൈഡില് അവിടെ ഞങ്ങൾ സീസറിനെ എത്തിക്കും. നിനക്ക് അവിടേക്ക് വന്ന് അവനെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ട്. സാഞ്ചി ലോയോട് ചോദിക്കും, നമ്മൾ എത്ര പേരാണ് അവിടേക്ക് പോണേ? ആരൊക്കെ ചേർന്നാണ് ഈ സീസറിനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ റെഡി ആവുന്നത്? നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം ആ ഡോഫ്ലമിംഗോ അവൻ വെറുതെ ഇരിക്കില്ല. ചിലപ്പോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ട്രഫാർഗറിലോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഞാനിവനെ ഏൽപ്പിക്കാൻ പോവല്ല, മറിച്ച് ആ ഡോഫ്ലമിംഗോയെ അവനൊന്ന് വട്ടം കറക്കാൻ പോവാണ്. എന്റെ ലക്ഷ്യം ആ സ്മൈൽ കമ്പനിയാണ്. അതും കൂടെ കണ്ടെത്തി എനിക്ക് തകർക്കണം. എങ്കിലും മാത്രമേ എന്റെ പ്ലാൻ സക്സസ് ആവൂ. ഫ്രാങ്കി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, അതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ? കമ്പനിയൊക്കെ വലിയ ബിൽഡിംഗ് ആയിരിക്കും. അത് കണ്ടെത്തി എന്റെ ലേസർ ബീം ഉപയോഗിച്ച് ഞാൻ അറ്റാക്ക് ചെയ്ത് തകർത്തു തരാം. അത്രയും പോരെ നിങ്ങൾക്ക്? ട്രഫാർഗറിലോ ആണെങ്കിൽ അത് കേട്ട് ഒന്ന് ഫ്രാങ്കിയെ നോക്കും. വർഷങ്ങളായിട്ട് അവൻ ആ സ്മൈലി ബിൽഡിംഗ് അന്വേഷിച്ച് നടക്കുകയാണ്. ഇതുവരെ ലോയെ കൊണ്ട് പോലും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവൻ ടെസ്റോസ ഐലാൻഡിലേക്ക് ഇതാദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പ്ലാനിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും സാഞ്ചിയോട് ഓരോരോ ഡിഷായിട്ട് ഓർഡർ ചെയ്യും. പിന്നീട് പ്രധാന കലാപരിപാടി, സാഞ്ചി ഉണ്ടാക്കിയ ഫുഡെല്ലാം നമ്മുടെ ആൾക്കാർ വട്ടത്തിലിരുന്ന് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രഫാർഗറിലോ പറയും, ആ സീസറിന് അവനെ ഹാൻഡ് ഓവർ ചെയ്ത് ആ സ്മൈൽ ബിൽഡിംഗ് കണ്ടെത്തി തകർത്ത് ആ സോ ഐലാൻഡ് അവിടേക്ക് പോണെന്ന് പറയും. അത് കേട്ട് സാമുറായിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി. കാരണം അവരവിടേക്ക് പോകുന്ന വഴിയിലാണ് അവരുടെ കപ്പൽ ഡാമേജ് ആയി അവര് തെറ്റിദ്ധരിക്കപ്പെട്ട് മൊമന്റോസ്കി അവൻ സീസറിന്റെ കപ്പലിൽ പെട്ടുപോയത്. മൊമന്റോസ്കി അവൻ ആ കപ്പലിൽ പെട്ടുപോയത് അറിഞ്ഞ് അവന്റെ പപ്പ സാമുറായി ആളാണെങ്കിൽ ആളുടെ ടീംമേറ്റ്സിനെ എല്ലാം അവിടെ ഉപേക്ഷിച്ച് അവനെ അന്വേഷിച്ച് അന്ന് തന്നെ പങ്ക് ഹസാഡിലേക്ക് പോയി. അതാണ് അവിടെ സംഭവിച്ചത്. കട്ട് ചെയ്ത ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ 4 വലിയ ഇരിപ്പിടങ്ങള്, അതിൽ 2 സീറ്റില് ആളുകൾ ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് സാക്ഷാൽ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് കടന്നു വരികയാണ്. ഇതാ ഇപ്പൊ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കും. അതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പുതിയതായിട്ട് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ നേവി ചീഫ് ഒഫീഷ്യൽസും സോൾജിയേഴ്സും എല്ലാവരും ചേർന്ന് ഇപ്പൊ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് ആ 7 വാർലോഡ്സിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ആ 7 പേരിലെ ഒരാളാണ് ഹോക്കായി. അടുത്തതായിട്ട് ഡോഫ്ലമിംഗോ, അവന് തൊട്ടു പിന്നാലെ ആ കൂമ.
പിന്നീട് എല്ലാവരുടെയും സ്വപ്നസുന്ദരി, അടുത്തതായിട്ട് സാക്ഷാൽ ട്രഫാൽഗർ. അത് കഴിഞ്ഞ് നമ്മുടെ ബഗ്ഗി. അവനിപ്പോ പുതുതായിട്ടാണ് വാർലോഡ് പദവിയിലേക്ക് വന്നത്. വളരെ ചുരുക്കം കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇവർ 7 പേരാണ് ഇത്രയും കാലമായിട്ട് 7 വാർലോഡ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതില് ഡോഫ്ലമിംഗോ അവൻ റിസൈൻ ചെയ്തു. മാത്രമല്ല ട്രഫാൽഗറിലോ അവനിപ്പോ ലൂഫിയുടെ കൂട്ടാളി ആയതുകൊണ്ട് തന്നെ അവനെയും അതിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥയാണ്. സോ 7 പേരിൽ നിന്ന് ഇനി അവശേഷിക്കുന്നത് 5 പേര് മാത്രം. സോ 7 പേരുടെ ആ കോളം തയ്ക്കാൻ 2 പേര് പുതുതായിട്ട് ആവശ്യമാണ്. 5 പേരെ വെച്ച് ഒരിക്കലും നമുക്കിത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. 7 പേരുടെ കോളം അത് 7 പേരിൽ തന്നെ നിലനിൽക്കണം. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ അൺസ്റ്റബിലിറ്റി ഉണ്ടാകുമെന്ന് അവർ തീർത്തു പറയും. ഇവിടെ അക്കൈനോ ആണെങ്കിൽ തീർത്തു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ആ ട്രഫാൽഗർ ലോയെയും ലൂഫിയെയും ഞാൻ ഒരുമിപ്പിക്കാനായിട്ട് അനുവദിക്കില്ല. 2 പേരും കൂടി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. അതൊന്നും തന്നെ നടക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ മാൻഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങള് ഇരച്ചു കയറുകയാണ്. അവർക്കാണെങ്കിൽ ഇപ്പോഴും ആ ഒരു വാർത്ത വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മാസ്റ്റർ, നിങ്ങൾ ഈ പദവി അത് രാജിവെച്ചു എന്നുള്ള ന്യൂസ് സത്യം തന്നെയാണോ? ഞങ്ങളെ കൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ വീണ്ടും ആ പദവി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടുകയാണ്. മറ്റൊരു ഭാഗത്ത് ബേബി ഫൈ, അവളാണെങ്കിൽ ആരെയും അന്വേഷിച്ച് അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് 2-3 ജയൻസ് അവറ്റകളാണെങ്കിൽ ഡോഫ്ലമിംഗോയെ കുറിച്ച് സംസാരിച്ച് കാർഡ്സ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യാണ്. ഇവിടെ ബേബി ഫൈ അവൾ ആ പാലസ് മുഴുവൻ ചുറ്റി നടന്ന് ഒരു വിധത്തില് അത്രയും നേരം അന്വേഷിച്ച് നടന്ന ആളെ കണ്ടെത്തും. അവനാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ കയറി ഇരിക്കുകയാണ്. അവളെ കാണേണ്ട താമസം അവൻ താഴേക്ക് വരും. ഞാൻ ഈ പാലസിന്റെ മുകളിൽ കയറി ഈ ഐലാൻഡ് മുഴുവനായിട്ട് ചുറ്റി കാണുമായിരുന്നു. എല്ലാവരും ഒരുപാട് വിഷമത്തിലാണ്. ഡോഫ്ലമിംഗോ അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തോട് ആർക്കും തന്നെ യോജിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഐലാൻഡ് തന്നെ മൊത്തത്തിൽ കണ്ണീരിലാണ്. അവന്റെ മോന്തയും സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് എന്തോ പോലെ തോന്നും. അവളൊരു പ്ലേറ്റ് വെച്ച് അവളുടെ മുഖം മറയ്ക്കുകയാണ്. അവനാണെങ്കിൽ ബേബി ഫൈയോട് പറയും, വാവ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ. നീ ഇപ്പൊ ഭയങ്കര സുന്ദരിയായിരിക്കുകയാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ എന്നെ കല്യാണം കഴിച്ചൂടെ? അതിനവൾ മുഖം തിരിച്ച്, ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ കല്യാണം കഴിക്കാനൊന്നും അല്ല. ഡോഫ്ലമിംഗോ ആണ് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ പറഞ്ഞയച്ചത്. സോ നീ എന്നോടൊപ്പം അവന്റെ അടുത്തേക്ക് വരണം. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവളെ നിർത്താതെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ട എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ വമ്പം കലിപ്പില് ചെരുപ്പെടുത്ത് അവന്റെ മുഖം താഞ്ഞടിക്കും എന്ന് പ്രതീക്ഷിച്ചവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അവൾ അങ്ങനെ ടേൺ ചെയ്ത് അവനെ നോക്കി ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവന്റെ കയ്യിൽ ഒരു ബോക്സ് കൊടുക്കും. ഇത് നീ നിന്റെ കയ്യിൽ വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കണം. ഒരു കാരണവശാലും ഒന്ന് പെടാനായിട്ട് പാടില്ല. അവനാണെങ്കിൽ ആ ബോക്സ് തുറന്നു നോക്കും. അതിലൊരു ഡബിൾ ഫ്രൂട്ട്. അത് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ ഈസിന്റെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത അവന്റെ പവർ അടങ്ങിയ അതേ ഡബിൾ ഫ്രൂട്ട്. മാത്രമല്ല ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ലൂഫിയെ പിടിക്കുമെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ ഓൾമോസ്റ്റ് ആ ഡെസ്ത്രോസ് ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടും. പക്ഷെ ഉസോപ്പിനും ബാക്കിയുള്ള നമ്മുടെ ടീംമേറ്റ്സിനും ഒരല്പം ടെൻഷൻ തോന്നുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.